ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 40 ലക്ഷം രൂപയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടും ഇപ്പോഴും വീട്ടുജോലിക്ക് പോകുന്ന ഒരു ചേച്ചിയുടെ കഥയെക്കുറിച്ചാണ് കേട്ടോ. ആ 40 ലക്ഷം രൂപയുടെ വീട്ടിൽ താമസിക്കാൻ ആ ചേച്ചിക്ക് അവസരം കിട്ടിയത് ആ ചേച്ചി ഇതുപോലെ തന്നെ വീട്ടുജോലിക്ക് പോയത് കൊണ്ടാണ്. എന്നാലും ഇപ്പോൾ മക്കളൊക്കെ നല്ല നിലയിലായി. ഇത്രയും വലിയ വീട്ടിലൊക്കെ നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു വീടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പാലുകാച്ചലിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അവരുടെ മോൻ്റെ വിവാഹത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലക്ഷറി ആയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഇനി ചേച്ചിക്ക് വീട്ടിലിരുന്നുകൂടെ? മക്കളൊക്കെ അറിവായി, അവർ നല്ല നിലയിലായി, ആവശ്യത്തിന് സാമ്പത്തികമൊക്കെ ആയി, ഇനി എന്തിനാ ജോലിക്ക് പോകുന്നേ? അപ്പം ഞാൻ ഉള്ളിൽ ഒരു കാര്യം വിചാരിച്ചായിരുന്നു, ഇത്രയും വലിയ വീട്ടിലൊക്കെ താമസിച്ചുകൊണ്ട് ഇനി ഈ ചേച്ചി ഇതുപോലെ ജോലിക്ക് പോകുമ്പോൾ ആ മക്കൾക്കൊരു നാണക്കേട് വേണ്ടല്ലോ, അപ്പോൾ നിർത്തിക്കൂടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. എൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മക്കളുടെ മുമ്പിൽ കൈ നീട്ടണ്ടല്ലോ, അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നാണ് കേട്ടോ ആ ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഈ ചേച്ചിക്ക് എങ്ങനെയാണ് ഇതുപോലെ 40 ലക്ഷം രൂപയുടെ വീട് ഉണ്ടാക്കാൻ സാധിച്ചത്? ചേച്ചിയുടെ മുഴുവൻ പണവും കൊണ്ട് ആ വീട് പണിതു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ അത്രയും വലിയൊരു വീട് വെക്കുവാനായിട്ട് ആ ചേച്ചിയുടെ കഷ്ടപ്പാടും വളരെ വലുതാണ്. ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് അങ്ങനെ ഒരു വീട് അവിടെ പണിയുവാനായിട്ട് സാധിച്ചത്. ഈ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നതാണ്. ചെറുപ്പത്തിലെ ഇവര് രണ്ടുപേരും രണ്ടായിട്ട് ജീവിക്കും കേട്ടോ. അപ്പൊ ചേച്ചിയുടെ കൂടെ ആയിരുന്നു ഈ മക്കള്, 2 ആമക്കള്. അപ്പൊ ചേച്ചി ഇതുപോലെ ഇങ്ങനെ ഓരോ വീട്ടു ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തിയത്. അപ്പോൾ ഇയാളൊരു സ്ത്രീലമ്പടനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, കുറച്ച് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചേച്ചീനെ എനിക്കിങ്ങനെ പരിചയമായപ്പോഴും ഞാൻ ചേച്ചിയോട് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ എടുത്തൊന്നും ചോദിക്കാൻ പറ്റില്ല, എന്തായിരുന്നു കാരണം അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ ഇങ്ങനെ ഒരു സ്നേഹ സംഭാഷണങ്ങളിൽ പറഞ്ഞൊരു വാചകം എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടുമായി. ഒരുപാട് പറയണ്ട, ഒരൊറ്റ വാചകത്തിൽ എനിക്ക് ചേച്ചിയുടെ മൊത്തം കഥയും എനിക്ക് മനസ്സിലായി. ഒരു കഥ നമ്മൾ എഴുതുമ്പോൾ ഒരു ത്രെഡ് ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇതിൽ പിടിച്ചിട്ട് നമുക്കൊരു കഥ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സെന്റൻസ് ആയിരുന്നു ഈ ചേച്ചി എന്നോട് പറഞ്ഞത് കേട്ടോ. ഈ ചേച്ചി എന്നോട് പറഞ്ഞത് ഇതാണ് കേട്ടോ, ഞാൻ എന്തും സഹിച്ചങ്ങ് പോകുമായിരുന്നു. ഇയാളെ കൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ല, പണിയെടുത്ത് കാശും തരില്ല, കണ്ട പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ നടക്കുക, പണിയെടുക്കണ പൈസ മുഴുവൻ ഇങ്ങനെ ഓരോ പെണ്ണുങ്ങൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുക. ചേച്ചി ഇങ്ങനെ ഓരോ വീട്ടു ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, മക്കളെ വളർത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, ഈ ചേച്ചി പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മക്കള് പറയുന്നത് ഇതാണ്, അമ്മേ അച്ഛൻ ഇതുപോലെ ഫോണിൽ വിളിച്ചിട്ട് ഏതോ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് നീ ഏത് ഉടുപ്പാണ് ഇട്ടിരിക്കുന്നേ, അതുപോലെ എന്താ പറയുക, ശരീര ഷേപ്പ് കാര്യങ്ങൾ, ഡ്രസ്സിൻ്റെ കളറുകൾ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന, മറ്റുള്ള സ്ത്രീകളോട് ഫോണിൽ സംസാരിക്കുന്ന ഒരച്ഛൻ ആണ് എന്ന് പറയുമ്പോൾ അവർക്കത് എത്രമാത്രം വിഷമം ഉണ്ടാവില്ല. ആ കുറ്റങ്ങൾ എന്തോരും അത് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടാണ് അവർ തീർത്തും ഇയാളെ അവോയ്ഡ് ചെയ്യാനായിട്ടുണ്ടായ കാരണം. അപ്പോൾ പുള്ളിക്കാരി സഹിച്ചങ്ങ് പോയപ്പോഴും അവർക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ, സ്വന്തം മക്കളുടെ മുമ്പിൽ നാണം കിടുന്നതായിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് കേട്ടോ ഈ ചേച്ചി ഇയാളെ തീർത്തും ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് ഈ ചേച്ചി മക്കളെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. എന്തായാലും മക്കള് ഈ ചേച്ചിയുടെയൊക്കെ കഷ്ടപ്പാട് അറിഞ്ഞു വളർന്ന മക്കളായതുകൊണ്ട് തന്നെ അവർ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് എന്തായാലും നല്ല സ്വപ്ന സദൃശ്യമായിട്ടെന്ന് പറയാം, നല്ല എനിക്കൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല, അതുപോലെ നല്ലൊരു വീടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ എന്നും ദാരിദ്ര്യം എന്നും പറഞ്ഞ് കടയിൽ വരുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് എന്നും ഇല്ലായ്മേ പറയാനുള്ളൂ. കൈ വയ്യ, കാല് വയ്യ, പണിയില്ല, അങ്ങനെയാ ഇങ്ങനെയാ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർക്കൊന്നും പണിയെടുക്കാൻ കഴിയില്ലാഞ്ഞിട്ടാണ് തോന്നുന്നു. കാരണം പണിയെടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ജോലികളുണ്ട്. എന്തോരം വീടുകളാണെന്ന് പറയാം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് കാശുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വീട്ടിലെ പ്രായമായ അപ്പനും അമ്മയൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളും പിന്നെ പറമ്പും കൃഷിയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ജോലിക്ക് ആളെ വേണം. ആ ജോലി ചെയ്യാനായിട്ട് ആളെയാണ് കിട്ടാത്തത്. ആൾക്കാർക്ക് ജോലിയുണ്ട്, പക്ഷെ ജോലിക്ക് ആളെയാണ് കിട്ടാത്തത്. പക്ഷെ ഈ പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നു പണിയില്ല, വേലയില്ല. ഈ ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അടിപൊളി ആറ്റിറ്റ്യൂഡല്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയെ ഇത്രയും നാളെ നിലനിർത്തിയ ആ തൊഴിലിനെ തള്ളിക്കളയാതെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ് ആ ചേച്ചി. കാരണം ഇവരെ സംബന്ധിച്ചിട്ട് ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല മിടുക്കിയാണ്, അധികം പൊക്കമില്ല, വണ്ണമില്ല.
പ്രായം ഇപ്പം എന്നെക്കാളും കുറച്ചുകൂടെ കാണുമെങ്കിൽ അങ്ങനെ പ്രായമൊന്നും തോന്നിക്കത്തില്ല. അവർക്കൊരു സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുക, ഒരു കടയിൽ ഷോപ്പിൽ എന്തെങ്കിലും സെയിൽസിനൊക്കെ നിൽക്കാം. എവിടെ ചെന്നാലും ഒരു തൊഴിൽ പഠിച്ചെടുക്കാൻ അത്ര കുഴപ്പമൊന്നുമില്ല. ക്വാളിഫിക്കേഷൻ ഒരുപാട് വേണ്ടാത്ത ഒരുപാട് തൊഴിലുണ്ടല്ലോ. അപ്പം ഈ ചേച്ചി ഇപ്പോഴും ആ വീട്ടുജോലി വിട്ടിട്ടില്ല എന്നുള്ളത് ആ ചേച്ചിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ആലോചിക്കേ. നമ്മുടെ കടയിൽ വരുന്ന വേറൊരു കൂട്ടരുണ്ട്. അപ്പം ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഇപ്പോൾ പണിയില്ലാതെ വീട്ടിലിരിക്കുക. കാരണം ഈ റബ്ബർ വെട്ടുകാരെ ഈ മഴ ഭയങ്കരമായിട്ട് ചതിച്ച് ഇപ്രാവശ്യത്തെ മഴ തോന്നിയ പോലെയൊക്കെ പെയ്യുന്നുണ്ട്. റബ്ബർ വെട്ടുകാർക്ക് ഇപ്പോൾ കാര്യം വെട്ട് ഈ വർഷം വെട്ടാനൊന്നും പറ്റില്ല. കുറേ നാളുകൊണ്ട് റബ്ബർ വെട്ട് ആകെ കുളമായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഈ റബ്ബർ വെട്ട് കൊണ്ട് മാത്രം നടന്ന കാര്യങ്ങൾ നടക്കുമോ? വർഷത്തിൽ 6 മാസം മാത്രമേ ഈ റബ്ബർ വെട്ടാനൊക്കെ സാധിക്കുകയുള്ളൂ. കാരണം മിക്കവാറും മഴയായിരിക്കും. 6 മാസത്തെ വരുമാനം കിട്ടും. അപ്പോൾ കടം മേടിക്കാനും അതിങ്ങനെ വീട്ടുവാനും മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇങ്ങനെ റബ്ബർ വെട്ട് മാത്രം നോക്കാതെ വേറെ എന്തെങ്കിലും കൂടെ തൊഴിൽ ചെയ്യണം. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും കൂടെ മോനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും ഓരോ ഭാഗത്ത് വെച്ച് ചോറ് കൊടുത്തിട്ട് കുറച്ചങ്ങ് ദൂരോട്ട് പോകും. ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ മടിയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള വീട്ടുകാരുണ്ട്. അവർക്ക് നല്ല വേലക്കാരെ കിട്ടാതിരിക്കുക, ജോലിക്കാർ, വേല എന്ന് പറഞ്ഞാൽ തൊഴിൽ എടുക്കുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അവരെ ചെന്നിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ കുടുംബമായിട്ട് ചെന്ന് നിങ്ങൾ അവരുടെ ജോലികളൊക്കെ ചെയ്യും. എല്ലാ വീട്ടിലും മുറ്റം പുറപ്പൊക്കെ വൃത്തിയാക്കാനുണ്ടാവും, അടിച്ചുവരി തുടയ്ക്കാനൊക്കെ ഉണ്ടാവും. പുറംപണി നിന്റെ ഭർത്താവ് ചെയ്യുമ്പോൾ നിനക്ക് അകത്തെ പണികളൊക്കെ ചെയ്യാം, പാത്രം കഴുകി കൊടുക്കാനോ തുടയ്ക്കാനോ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാം. അങ്ങനെ പരിചയമുള്ളൊരു 3-4 വീട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഫോണും എടുത്തിട്ട് നമ്പരും കൊടുത്തേച്ച് പോകണം. ആവശ്യമുള്ളപ്പോൾ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. നിങ്ങൾ ഈ വിട്ട് മാത്രം നോക്കിയിരിക്കില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, നമുക്കൊരു തൊഴിലുണ്ട്, അത് വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുക? അവർ അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സാമ്പത്തിക സ്ഥിതി ഒരിക്കലും മേലോട്ടല്ല പോകുന്നത്, അടിയിലോട്ട് കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം തൊഴിൽ ഇല്ലാത്തതല്ല പ്രശ്നം, തൊഴിൽ ചെയ്യാനുള്ള മനസ്സില്ലാത്തതാണ് ഇവരുടെയൊക്കെ കുഴപ്പം. അപ്പൊ അവിടെയും ഈ ചേച്ചി 40 ലക്ഷം രൂപയുടെ വീട്ടിൽ താമസിച്ചിട്ട് ഇനിയിപ്പോൾ ആ ചേച്ചിക്ക് എന്തിനാണ് അവരുടെ മക്കളെ അയച്ചു കൊടുക്കുന്ന പൈസയും കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ചെലവ് കഴിഞ്ഞ് ജീവിച്ചാൽ മതി. പക്ഷെ ഇപ്പോഴും അവരെ ആക്കുവാനായിട്ട് സഹായിച്ച, അല്ലെങ്കിൽ അവരെ നിലനിർത്തിയ, അവരെ താങ്ങി നിർത്തിയ ആ തൊഴിലിനോട് ഇപ്പോഴുള്ള അവരുടെ ആ ഒരു എന്താ പറയുക ഇഷ്ടവും ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത എന്താ പറയുക, പറഞ്ഞ അവരെ അത് എനിക്ക് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഒരുപാട് ഇങ്ങനെ വണ്ടറടിച്ചു പോയി ചേച്ചി പറഞ്ഞു കേട്ടപ്പോൾ. ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല, അതുപോലത്തെ ഒരു വീടാണ്. അതിൽ നീ താമസിച്ചുകൊണ്ടാ ചേച്ചി വേറൊരു വീട്ടിൽ ചെന്ന് വീട്ടുജോലിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഇതൊന്ന് ആലോചിച്ച് നോക്ക്. അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു, അമ്മയും മക്കളുമൊക്കെ. അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. ഒരു വീട്ടുജോലിക്ക് പോയപ്പോൾ പോലും അവർക്ക് തൻ്റെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ സാധിച്ചു. അവർ പഠിച്ചു, നല്ല നിലയിലായി, നല്ല വീട് വെച്ച് സാധിച്ചു. അപ്പം ഇനി എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞ് ഇനി എനിക്ക് പണിക്ക് പോകണ്ടെന്നുള്ളതല്ല ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ്. അവർ ഇനിയും അധ്വാനിക്കുകയാണ്, വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്, ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. ചെറിയ വരുമാനമുള്ള തൊഴിലാണെങ്കിലും നിരന്തരമായ പരിശ്രമത്തിലൂടെ നമുക്ക് എന്താ പറയുക ഉയർച്ചയിലോട്ട് എത്തുവാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്